നമ്മളെ പഠനം, വീട്ടിലെ സാഹചര്യം, സാമ്പത്തികം, ശാരീരികം, മാനസികം ഇതെല്ലാം ഓർത്തിട്ട് ഈ ഉപ്പമാരുടെ ഹൃദയം വല്ലാതെ വിങ്ങുകയാണ്. ഏതെങ്കിലും ഉപ്പമാര് നിങ്ങളുടെ അടുത്ത് ഒന്ന് കരയുമോ? കരഞ്ഞുണ്ടോ ബോയ്സ്? ഉപ്പ കരയാറുണ്ടോ നിങ്ങളുടെ അടുത്ത്? ഉപ്പ അങ്ങനെ ഒന്നും കരയൊന്നുമില്ല. നിങ്ങളുടെ ഉപ്പമാര് കരയാറുണ്ടോ? തൊട്ടം പിടിച്ച ഉപ്പ കരയോ? കരയില്ല. ഉപ്പ പൊട്ടിച്ചു നോക്കി അങ്ങനെ അല്ലേ, ദേഷ്യപ്പെട്ട് ഇങ്ങനെ പൊട്ടിച്ചു വയ്ക്കും. പക്ഷെ ആ മനുഷ്യന്റെ മനസ്സിങ്ങനെ നീറുകയായിരിക്കും. പക്ഷെ ഉപ്പ കയറുന്ന ദിവസമുണ്ട്. എന്താണെന്നറിയാമോ? എന്നെ കല്യാണം കഴിച്ച് വിടുന്നെന്ന്. കല്യാണം കഴിച്ച് നീ ഇറങ്ങി പോകും വീട്ടിൽ നിന്ന്, ഒന്നും അറിയാതെ ഇങ്ങനെ പോകുന്നു. ഇന്ന് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തായിരുന്നു ഇന്ന് ആ കുഞ്ഞിന്റെ ഫോട്ടോ. എൻ്റെ കൂടെയുള്ള അഷഫലി സാറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കുഞ്ഞായിരുന്നു. കരുവാരുണ്ടായിരുന്ന കല്യാണം. സാർ എന്ത് പറഞ്ഞാലും അവളെ കെട്ടിപ്പിടിക്കുകയാണ്. രാവിലെ തന്നെ കണ്ണ് നിറയാൻ തുടങ്ങിയ മനുഷ്യന്റെ. ഞാനിപ്പോൾ വരുന്ന വഴിക്ക് ഇങ്ങനെ പറയുകയാണ്, ചിലപ്പോൾ മോള് ഇറങ്ങി പോകുമ്പോൾ അയാൾ ബോധം കെട്ട് നിലത്ത് വീഴുന്നു. എസ് എന്നൊക്കെ വെറുതെ ഉള്ളൂ. പുള്ളിക്ക് മനക്കെട്ടില്ലാത്ത മനുഷ്യനാണ്. എപ്പോൾ നോക്കിയാലും മോളെക്കുറിച്ച് പറയാനേ സമയമുള്ളൂ ആ മനുഷ്യന്. മോളും അതേപോലെ. ഞാൻ പറഞ്ഞു ഉപ്പയ്ക്ക് വല്ല മനക്കെട്ടിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സത്യമാണ് ഇനി എങ്ങനെ നിൽക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് അവളും ഇങ്ങനെ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ തുടക്കേണ്ട. അവളും തുടങ്ങി കരയാൻ ഇങ്ങനെ. അപ്പോ കല്യാണ സമയത്തൊക്കെ പിടിച്ചേക്കും. പക്ഷെ രാത്രി ആകുമ്പോൾ ഉപ്പന്മാർ കരയാൻ. നിങ്ങളില്ലാത്ത വീട്ടില്, നിങ്ങൾ പിയാപ്പിളുടെ വീട്ടിലൊക്കെ ആയിരിക്കും, അല്ലെ നിങ്ങളൊരു ടൂറിലോ അടിമുകളിലൊക്കെ ആയിരിക്കും. പക്ഷെ നിങ്ങളില്ലാത്ത വീട്ടില് ഈ ഉപ്പമാര് തകർന്ന് തരിപ്പണായി പോകും. ആരും കാണാതെ കഥ കടച്ചാലും ബാത്റൂമിൽ കയറിയിട്ട് ഏങ്ങലടിച്ച് കരയും. എൻ്റെ കുഞ്ഞോളില്ലാത്ത വീട്ടിൽ. ഞങ്ങളുടെ ഉപ്പമാരെ സങ്കടപ്പെടുത്തരുത്. അതേപോലെ നിങ്ങളോട് ഞാൻ പറയാം, ഈ ഉപ്പമാര് കരയില്ല. ഇമോഷൻസിനെ മുഴുവനും അല്ലെ നമ്മുടെ അപ്പന്മാര് ഇവിടെ വെച്ചിട്ട് ഒളിപ്പിച്ചു വെക്കും ഈ മനുഷ്യന്മാർ. അതുകൊണ്ടാണ് ഇവർക്ക് കാർഡിയോ അറസ്റ്റും ഈ അറ്റാക്കൊക്കെ ഉണ്ടാകുന്നത്. എത്രയോ പേരാ മരിച്ചിട്ടാണ് നാട്ടിലേക്ക് എത്തുന്നത്. എത്ര പേരാ തൊഴിൽ സ്ഥലത്ത് മരിക്കുന്നു, മരിച്ചു വീഴും, ഉറക്കത്തിൽ എഴുന്നിട്ടില്ല പല മനുഷ്യരും. പക്ഷെ ഉമ്മമാരൊന്നും അങ്ങനൊന്നും മരിക്കൂല. അറ്റാക്ക് വന്നിട്ട് അമ്മമാർ കേട്ടിട്ടുണ്ടോ? അറ്റാക്ക് വന്നിട്ട് അമ്മമാര് മരിച്ചു കേട്ടിട്ടുണ്ടോ? അല്ലേ, ചുരുക്കമാണ്. 100ൽ 1.5% സ്ത്രീകളെ അറ്റാക്ക് വന്നിട്ട് മരിക്കുന്നുള്ളൂ. എത്രയാണ്? 1.5%. കാര്യം എന്താ അറിയോ? കാര്യം എന്താ? അമ്മമാര് കരഞ്ഞിട്ട് അങ്ങോട്ട് തീർക്കും. അല്ലേ, കരഞ്ഞിട്ട് വർത്താനം പറഞ്ഞിട്ട് നിന്റെ ഒറ്റ കാരണം കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്.